ഹലോ കൂട്ടുകാരെ, ലേൺ വിത്ത് ആദിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബാത്തുസ് മംഗൾവാർക്കി എന്ന ചാപ്റ്ററാണ്. തങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ പാവങ്ങളായ ജനവിഭാഗത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിയാണ് ഡോക്ടർ രമണി അഡ്കുരി. ഡോക്ടർ രമണി അഡ്കുരിയുടെ ഡയറിയുടെ ഒരംശമാണ് ബാത്തുസ് മംഗൾവാർക്കി എന്ന പാഠഭാഗം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തുകാരിയെ കൂടുതലായി പരിചയപ്പെടാം. ഡോക്ടർ രമണി അഡ്കുരി സാമുദായിക് സ്വാസ്ഥ്യ ചികിത്സക് ഹെ. ഡോക്ടർ രമണി അഡ്കുരി ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫിസിഷ്യനാണ്. സാമുദായിക് ചികിത്സാമേം സ്നാതകോത്തർ ഉപാധി ഹെ. സാമുദായിക ആരോഗ്യ ചികിത്സയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. उड़ीसा, मध्य प्रदेश और छत्तीसगढ़ के आदिवासी इलाकों में प्राथमिक स्वास्थ्य में पिछले 20 सालों से कार्यरत. ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ആദിവാസികൾക്കിടയിൽ പ്രാഥമികാരോഗ്യ കാര്യങ്ങളിൽ 20 വർഷങ്ങളിലേറെയായി പ്രവർത്തിക്കുന്നു. स्वास्थ्य कार्यकर्ताओं, दाइयों व नर्सों को प्रशिक्षण भी देती रही है. ആരോഗ്യ പ്രവർത്തകർ, പ്രസവ ശുശ്രൂഷ നടത്തുന്നവർ, നഴ്സുമാർ എന്നിവർക്ക് ഇവർ പരിശീലനം നൽകാറുണ്ട്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ബാത്തുസ് മംഗൾവാർക്കി എന്നാണ്. അതായത് ആ ചൊവ്വാഴ്ചത്തെ കാര്യം. മംഗൾവാർ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച എന്നാണ് അർത്ഥം. എഴുത്തുകാരിയുടെ ജീവിതത്തിൽ ഒരു ചൊവ്വാഴ്ച ദിവസം സംഭവിച്ച സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പാഠഭാഗം. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. आज मंगलवार है और मैं अचानकमार अभयारण्य छत्तीसगढ़ में बसे बावमनी गांव में हूँ. अपने 5 साथियों के साथ 65 किलोमीटर चलकर मैं यहाँ पहुँची हूँ. यहाँ हम हफ्ते में एक दिन क्लिनिक चलाते हैं. आज ഇന്ന് मंगलवार है, ചൊവ്വാഴ്ചയാണ്. और ഞാൻ അചാൻകമാർ അഭയാരണ്യ ഛത്തീസ്ഗഡ് में बसे. ഛത്തീസ്ഗഡിലുള്ള അജാൻ കമാർ എന്നു പേരായ അഭയാരണ്യ വന്യജീവി സങ്കേതത്തിലുള്ള ബാഹ്മനി ഗാവ് മേഹു, ബാഹ്മനി എന്നു പേരായിട്ടുള്ള ഗ്രാമത്തിലാണ്. അപ്പനെ തൻ്റെ 5 സാഥിയോ കെ സാത്ത് 5 സുഹൃത്തുക്കളുടെ കൂടെ 65 കിലോമീറ്റർ ചൽക്കർ 65 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മേ യഹാ പഹുച്ചി ഹു, ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. യഹ ഇവിടെ, ഹം ഞങ്ങൾ, ഹഫ്തേമേ ആഴ്ചയിൽ, ഏക് ദിൻ ഒരു ദിവസം, ക്ലിനിക് ചലാത്തേ ഹെ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ചയാണ്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് എഴുത്തുകാരിയെ പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡോക്ടർ രമണി അഡ്കുരി ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മുതലായ സംസ്ഥാനങ്ങളിലെ കാടുകളിൽ താമസിക്കുന്ന ആളുകളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ആ സമയത്ത് ഛത്തീസ്ഗഡിലെ അചാൻകമാർ വന്യജീവി സങ്കേതത്തിൽ വെച്ചുണ്ടായ ഒരനുഭവമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഛത്തീസ്ഗഡിലെ ബാഹ്മനി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവർ ആഴ്ചയിൽ ഒരിക്കൽ ക്ലിനിക്ക് നടത്തിയിരുന്നു. എഴുത്തുകാരിയും അവരുടെ സുഹൃത്തുക്കളും 65 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവിടെ എത്തിച്ചേരാറുണ്ടായിരുന്നത്. നമുക്കടുത്ത പാരഗ്രാഫ് നോക്കാം. अचानकमार के सुंदर घने जंगलों से गुजरते हुए कई झरने नाले पार करके हम वहाँ पहुँचे हैं. बरसात का मौसम, मनियारी नदी में पूरा पानी और नदी पर पुल नहीं. हमने जीप को इस पार खड़ा किया, अपने रजिस्टर, उपकरण वगैरह सर के ऊपर उठाए और नदी पार की. कमर कमर तक पानी. बरसातों में जब नदी नाले उफान पर होते हैं तो कई गांव एक दूसरे से कट जाते हैं. नदी पार करने के बाद 3 किलोमीटर और चलना पड़ा. जब तक हम क्लिनिक पहुंचे पसीने पसीने हो गए. അചാൻകമാറിലെ സുന്ദർ, സുന്ദരമായ, ഖനെ ഇടതൂർന്ന, ജംഗളോസെ കാട്ടിലൂടെ, ഗുസർത്തേ ഹുയെ കടന്നുപോയി, കൈ അനേകം, ഝർണേ നാലെ, ഝർണ എന്ന് പറഞ്ഞാൽ അരുവിയാണ്, നാല എന്ന് പറഞ്ഞാൽ തോട്. ഝർണേ നാലെ പാർ കർക്കെ അരുവികളും തോടുകളും മുറിച്ചു കടന്നാണ് ഹം യഹാം പഹൂഞ്ചേ ഹെ
ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബർസാത് കാ മോസം, ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴയാണ്, മോസം കാലാവസ്ഥ. ബർസാത് കാ മോസം മഴയുള്ള കാലാവസ്ഥയായിരുന്നു. മനിയാരി നദീമേ, അവിടെയുള്ളൊരു നദിയാണ് മനിയാരി നദി. മനിയാരി നദീമേ, മനിയാരി നദിയിൽ പുര പാനി മുഴുവൻ വെള്ളം. ഓർ നദീ പർ പുൽ നഹി, പുൽ എന്ന് വെച്ചാൽ പാലമാണ്. നദീ പർ പുൽ നഹി, നദിയിൽ പാലമില്ല. ഹംനെ ഞങ്ങൾ, ജീപ്പ് കോ ജീപ്പിനെ, ഇസ് പാർ ഖടാ കിയ ഇപ്പുറത്ത് നിർത്തി. അപ്നെ രജിസ്റ്റർ തങ്ങളുടെ രജിസ്റ്റർ, ഉപകരണങ്ങൾ വഗേര മുതലായവ, സർക്കെ തലയുടെ, ഊപ്പർ ഉഠായെ മുകളിൽ ഉയർത്തി, और നദി പാർക്കി നദി മുറിച്ച് കടന്നു. കമർ കമർ തക് പാനി, കമർ എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്. കമർ കമർ തക് പാനി അരക്കെട്ട് വരെ വെള്ളം. ബർസാത്തോമേ മഴക്കാലത്ത്, ജബ് നദീ നാലെ നദികളും തോടുകളും, ഉഫാൻ പർ ഹോത്തെ ഹെ ശക്തിയായി ഒഴുകുമ്പോൾ, तो कई गाँव एक दूसरे से कट जाते हैं ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. നദി പാർ കർനെ കെ ബാദ് നദി മുറിച്ച് കടന്നതിന് ശേഷം, 3 കിലോമീറ്റർ 3 കിലോമീറ്റർ, ഓർ ചൽനാ പട വീണ്ടും നടക്കേണ്ടി വന്നു. ജബ് തക് ഹം ക്ലിനിക് പഹൂഞ്ചെ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും, പസീനെ പസീനെ ഹോഗേ വിയർത്ത് കുളിച്ചിരുന്നു. പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ്. ഈ ഒരു പാരഗ്രാഫിലൂടെ മഴക്കാലങ്ങളിലെ ഉൾഗ്രാമങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാട്ടുവഴികളിൽ വെള്ളം കയറുന്ന സമയത്ത് ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുന്നു. അവർക്ക് രോഗനിവാരണത്തിനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഇത്തരം ക്ലിനിക്കുകളാണ്. ഇവരുടെ ഈയൊരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എഴുത്തുകാരി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നദിയും തോടുമെല്ലാം മുറിച്ച് കടന്ന് അവരെ ചികിത്സിക്കാനായി ഗ്രാമങ്ങളിൽ എത്തുന്നത്. നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. 11:30 बजे जब हम क्लिनिक पहुंचे तो अच्छी खासी भीड़ हमारा इंतज़ार कर रही थी. यहाँ कई गांवों से लोग आते हैं, अभयारण्य के अंदर और बाहर दोनों जगहों से. 11:30 बजे 11:30 മണിക്ക്, ജബ് ഹം ഞങ്ങൾ, ക്ലിനിക് പഹുഞ്ചേ തോ ക്ലിനിക്കിലെത്തിയപ്പോഴേക്കും, അച്ചി ഖാസി സാമാന്യം നല്ല, ഭീഡ് ആൾക്കൂട്ടം, ഹമാര ഇന്തസാർ കർ രഹി ഥി ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. യഹ ഇവിടെ, കൈ ഗാവോ സെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന്, ലോഗാത്തെ ഹെ ആളുകൾ വരാറുണ്ട്, അഭയാരണ്യക്ക് അന്തർ വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിൽ നിന്നും, ഓർ ബാഹർ പുറത്തു നിന്നും, ദോനോ ജഗഹോസെ രണ്ട് പ്രദേശങ്ങളിൽ നിന്നും. അതായത് ഡോക്ടർ രമണി അഡ്കുരിയും സുഹൃത്തുക്കളും ബാഗ്മനി ഗ്രാമത്തിലുള്ള തങ്ങളുടെ ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും കാടിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒരുപാട് പേർ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിരുന്നു. 5 बजे तक तेज बारिश शुरू हो गई और अभी भी कुछ मरीज देखने बाकी है. आज हमने 70 मरीज देखे. अब तक अंधेरा बहुत गहरा गया है और बारिश भी मूसलधार है. हम अपनी जीप तक तो नहीं पहुंच पाएंगे, रात यही रुकना पड़ेगा. हम चूल्हे के पास बैठकर गर्म दाल चावल और साग का भोजन करते हैं. 5 बजे तक 5 മണിയായപ്പോഴേക്കും, തേസ് ശക്തിയായ, ബാരിഷ് മഴ, ശുരു ഹോ ഗയി ആരംഭിച്ചു, ഓർ അഭി ഭി ഇനിയും, കുച്ച് കുറച്ച്, മരീസ് ദേഖ്നെ ബാക്കി ഹെ രോഗികളെ നോക്കാനുണ്ട്. ആജ് ഇന്ന്, ഹംനെ ഞങ്ങൾ, 70 മരീസ് ദേഖെ 70 രോഗികളെ നോക്കി. അബ് തക് അപ്പോഴേക്കും, അന്ധേര ബഹുത് ഗഹരാ ഗയാ ഹെ അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അന്ധേര ബഹുത് ഗഹരാ ഗയാ ഹെ ഇരുട്ടിന് ആഴം കൂടിക്കൊണ്ടിരുന്നു. ഓർ ബാരിഷ് ഭി മഴയും, മൂസൽദാർ ഹെ ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. ഹം അപ്നി ജീപ്പ് തക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീപ്പ് വരെ, നഹീം പഹുഞ്ച് പായെങ്കി എത്താൻ സാധിക്കില്ല. രാത് യഹി രുക്ന പടേക രാത്രി ഇവിടെ തന്നെ തങ്ങേണ്ടി വരും. ഹം ഞങ്ങൾ, ചൂൽഹയ്ക്ക് പാസ് ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പാണ്. ചൂൽഹയ്ക്ക് പാസ് അടുപ്പിനടുത്ത്, ബേഡ്കർ ഇരുന്ന്, ഗർം ചൂടുള്ള,
ദാൽ ചാവൽ, ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പാണ്, ചാവൽ ചോറ്, ദാൽ ചാവൽ പരിപ്പും ചോറും. ഓർ സാഗ് കാ ഭോജൻ കർത്തേ ഹെ. സാഗ് കാ ഭോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല കൊണ്ടുള്ള ഒരു തരം വിഭവമാണ്. അതായത് ബാഗ്മനി ഗ്രാമത്തിൽ തങ്ങേണ്ടി വന്ന രമണി അഡ്കുരിയും സുഹൃത്തുക്കളും അടുപ്പിനടുത്തിരുന്ന് പരിപ്പും ചോറും ഇലക്കറിയും കഴിച്ചു. गर्म भोजन कितना स्वादिष्ट लग रहा है. दिन भर की मेहनत और बरसात की हल्की ठंडक में तो यह और भी स्वादिष्ट हो गया है. गर्म, गर्म എന്ന് പറഞ്ഞാൽ ചൂടുള്ള എന്നാണ്. ഗർമ ഭോജൻ ചൂടുള്ള ഭക്ഷണം. കിത്തന എത്ര, സ്വാദിഷ്ട് ലഗ് രഹാ ഹെ സ്വാദിഷ്ടമാണ്. ദിൻ ഭർ കി ദിവസം മുഴുവനുമുള്ള, മെഹനത്ത് അധ്വാനം കാരണവും, ഓർ ബർസാത് കി മഴയുടെ, ഹൽക്കി നേരിയ, ഠണ്ടക് മേത്തോ തണുപ്പ് കാരണവും, യ ഇത്, ഓർ ഭി ഒന്നുകൂടി, സ്വാദിഷ്ട് ഹോ ഗയാ ഹെ സ്വാദിഷ്ടമായിരിക്കുന്നു. രമണി അഡ്കുരിയും സുഹൃത്തുക്കളും ആ മഴക്കാലത്ത് അടുപ്പിൻ്റെ ചൂടേറ്റ് ഭക്ഷണം തയ്യാറാക്കി കഴിച്ചു. പകലന്തിയോളമുള്ള അധ്വാനവും മഴയുടെ തണുപ്പും മൂലം ഭക്ഷണം അവർക്ക് വളരെ സ്വാദിഷ്ടമായി തോന്നി. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. മേരെ കാം കാ ഏക് ബഡാ ഹിസ്സ ഇൻ ബേചാരോं की स्थितियों को समझना है. कई मरीजों को इंजेक्शन पर बड़ा विश्वास होता है, इतना कि अगर केवल गोलियां दी जाए तो उन्हें लगता ही नहीं कि उनका इलाज हो रहा है. तो उन्हें समझाना पड़ता है कि ज़्यादातर इंजेक्शन महंगे तो होते ही हैं और गैर ज़रूरी भी होते हैं. मेरे काम का എൻ്റെ ജോലിയുടെ, ഏക് ബഡാ ഹിസ്സ, ഹിസ്സ എന്ന് പറഞ്ഞാൽ പങ്ക് അല്ലെങ്കിൽ ഭാഗം എന്നൊക്കെയാണ് അർത്ഥം. ഏക് ബഡാ ഹിസ്സ ഒരു വലിയ പങ്കും, ഇൻ ബേച്ചാരോങ്കി ഈ പാവങ്ങളുടെ, സ്ഥിതിയോങ്കോ അവസ്ഥകളെക്കുറിച്ച്, സമജ്ന ഹെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. കൈ മരീസോങ്കോ ഒരുപാട് രോഗികൾക്ക്, ഇഞ്ചക്ഷൻ പർ ഇഞ്ചക്ഷനിൽ, ബഡാ വിശ്വാസ് ഹോത്താ ഹെ ഒരുപാട് വിശ്വാസമുണ്ട്. ഇത്നാക്കി എത്രത്തോളമാണ്, അഗർ കേവൽ ഗോലിയാൻ ദീ ജായ്, ഗോലി എന്ന് വെച്ചാൽ ഗുളികയാണ്. അഗർ കേവൽ ഗോലിയാൻ ദീ ജായ് ഗുളികകൾ നൽകിയാലും, ഉനേം ലഗ്താ നഹി അവർക്ക് തോന്നാറില്ല, എന്ത്, കി ഉൻക ഇലാജ് ഹോ രഹാ ഹെ ഉൻക അവരുടെ, ഇലാജ് ഹോ രഹാ ഹെ ചികിത്സ നടക്കുന്നു എന്ന്. അതായത് ഡോക്ടർ രമണി അഡ്കുരിയുടെ രോഗികളിൽ ഇഞ്ചക്ഷൻ ലഭിച്ചാൽ മാത്രമേ തങ്ങളുടെ അസുഖം മാറൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. രോഗം മാറാനുള്ള ഗുളികകൾ നൽകിയാലും അവർക്ക് തങ്ങളുടെ ചികിത്സ നടക്കുന്നുവെന്ന് തോന്നാറില്ല. തോനെ സംജാന പെടുത്താ ഹെ അപ്പോൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. കി ജ്യാദാത്തർ ഇഞ്ചക്ഷൻ ഭൂരിഭാഗം ഇഞ്ചക്ഷനും, മെഹങ്കേ തോ ഹോത്തേ ഹി ഹെ ചിലവ് കൂടിയവയാണ്, ഓർ ഗൈർ ജറൂറി ബി ഹോത്തേ ഹെ അനാവശ്യവുമാണ്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. आज के ज़माने में कई लोग सोचेंगे कि एक डॉक्टर का यह सब काम तो नहीं. घने जंगल के बीच सफ़र करना, पैदल नदी पार कर गरीब लोगों का इलाज करना, ऐसे लोगों का जो फीस भी नहीं दे सकते. बिना लाइट पंखे के बीच जंगल में एक कच्ची झोंपड़ी में मरीजों को देखना, ज़मीन पर सोना, क्या यह सब एक पढ़ा लिखा डॉक्टर करता है? आज के ज़माने में, ജമാന എന്ന് വെച്ചാൽ കാലഘട്ടം എന്നാണ് അർത്ഥം. ആജ് കെ ജമാനെ ഇന്നത്തെ കാലഘട്ടത്തിൽ, കൈ ലോക് ഒരുപാട് പേർ, സോച്ചേങ്കേക്ക് ചിന്തിക്കാറുണ്ട്. എന്താണ് ചിന്തിക്കാറുള്ളത്? ഏക് ഡോക്ടർ കാ യേ സബ് കാം തോ നഹി ഒരു ഡോക്ടർ ചെയ്യുന്ന ജോലികളാണോ ഇത്? എന്തെല്ലാം? ഘനെ ജംഗലോं के बीच കൊടുങ്കാടുകൾക്ക് നടുവിലൂടെ, സഫർ കർണ യാത്ര ചെയ്യുക, പൈദൽ നദി പാർ കർ കാൽനടയായി നദി മുറിച്ച് കടന്ന്, ഗരീബ് ലോഗോं का ഇലാജ് കർണ പാവങ്ങളെ ചികിത്സിക്കുക, ऐसे लोगों का जो फीस भी नहीं दे सकते അതും ഫീസ് പോലും നൽകാൻ കഴിവില്ലാത്ത ആളുകളെ. അതായത് കൊടുങ്കാടുകൾക്ക് നടുവിലൂടെ യാത്ര ചെയ്ത് കാൽനടയായി നദി മുറിച്ച് കടന്ന് ഫീസ് പോലും നൽകാൻ കഴിവില്ലാത്ത രോഗികളെ ചികിത്സിക്കുന്നത് ഒരു ഡോക്ടറുടെ ജോലിയാണോ എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ പലരും ചിന്തിക്കാറുണ്ട്. ബിനാ ലൈറ്റ് പങ്കേക്ക് ലൈറ്റും ഫാനും കൂടാതെ, ബീച്ച് ജംഗൽ മേ കാടിന് നടുവിൽ, ഏക്ക് കച്ചി ഝോംപിടി മേ
झोंपड़ी എന്ന് വെച്ചാൽ കുടിൽ എന്നാണ് അർത്ഥം. एक कच्ची झोंपड़ी में പണി തീരാത്ത കുടിലിനുള്ളിൽ മരീസോ കോ ദേഖന രോഗികളെ നോക്കുക. ജമീൻ പർ സോന തറയിൽ കിടന്നുറങ്ങുക. ക്യാ യേ സബ് ഏക് പഠാ ലിഖാ ഡോക്ടർ കർത്താ ഹെ? ഇതെല്ലാം എഴുത്തും വായനയും അറിയുന്ന ഒരു ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളാണോ? അതായത് കൊടും കാടിന് നടുവിൽ ലൈറ്റും ഫാനും ഒന്നും ഇല്ലാത്ത പണിതീരാത്ത കുടിലിനുള്ളിൽ രോഗികളെ നോക്കുന്നതും തറയിൽ കിടന്നുറങ്ങുന്നതും വിദ്യാഭ്യാസം നേടിയ ഒരു ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളാണോ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. मुझसे कई लोग पूछते हैं कि शहर में मेरा क्लिनिक कहाँ है. मेरा जवाब होता है कि मेरा क्लिनिक शहर में नहीं है. यही जंगल के बीच ये सभी मेरे क्लिनिक है. मुझे इसी तरह का डॉक्टर बने रहना है. यही काम मुझे अच्छा लगता है और इसी काम का मुझे रोज़ इंतज़ार रहता है. मुझसे എന്നോട് കൈ ലോഗ് ഒരുപാട് പേർ പൂച്ച്തേ ഹെ കി ചോദിക്കാറുണ്ട് कि शहर में നഗരത്തിൽ मेरा क्लिनिक എൻ്റെ ക്ലിനിക്ക് കഹാം ഹെ എവിടെയാണ്. മേരാ ജവാബ് ഹോത്താ ഹെ എൻ്റെ മറുപടി ഇതാണ്. ജവാബ് എന്ന് വെച്ചാൽ മറുപടിയാണ്. कि मेरा ക്ലിനിക് എൻ്റെ ക്ലിനിക്ക് ഷഹർ മേ നെഹി ഹെ നഗരത്തിലല്ല. യഹി ഇവിടെ, ജംഗൽ കെ ബീച്ച് കാടിന് നടുവിൽ, യേ സഭി ഇവയെല്ലാം മേരേ ക്ലിനിക് ഹെ എൻ്റെ ക്ലിനിക്കാണ്. മുझे എനിക്ക് ഇസി തരക ഇതുപോലെയുള്ള ഡോക്ടർ ബനേ രഹനാ ഹെ ഡോക്ടറായിരിക്കാനാണ് ആഗ്രഹം. യഹി കാം ഈ ജോലിയാണ് മുझे അച്ഛാ ലഗ്താ ഹെ എനിക്ക് നല്ലതായി തോന്നുന്നത്. और इसी काम का मुझे रोज़ इंतज़ार रहता है ഇത്തരം ജോലികളാണ് ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, സ്വന്തം ജോലിയെ വെറുമൊരു വരുമാന മാർഗമായി കാണാതെ സ്വന്തം കടമയായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ രമണി അഡ്കുരി. ഏത് മാർഗത്തിലൂടെയും പണം സമ്പാദിക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ട ഇന്നത്തെ സമൂഹത്തിന് ഒരു മാതൃകയാവുകയാണ് എഴുത്തുകാരി. അപ്പോൾ കുട്ടികളെ, ബാത്തുസ് മംഗൾവാർ കി എന്നുള്ള ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.